ശ്രീ പരമഹംസ യോഗാനന്ദയുടെ ഒരു യോഗിയുടെ ആത്മകഥയിലെ 28-ാമത്തെ അധ്യായം കാശിയുടെ പുനർജനനവും കണ്ടെത്തലും. വെള്ളത്തിലിറങ്ങരുതേ, തൊട്ടികളിൽ വെള്ളമെടുത്ത് നമുക്ക് കുളിക്കാം. 8 മൈൽ അകലെയുള്ള ഒരു കുന്നിലേക്ക് കാൽനട വിനോദയാത്രയായി എന്നോടൊത്തു വന്ന റാഞ്ചി വിദ്യാർത്ഥികളോട് ഞാൻ പറയുകയായിരുന്നു. ഞങ്ങളുടെ മുന്നിലുള്ള കുളം മാടി വിളിക്കുന്നതായി തോന്നിയെങ്കിലും അതിനോടെന്തോ ഒരു രസക്കേട് എൻ്റെ മനസ്സിൽ പൊന്തി വന്നിരുന്നു. മിക്ക കുട്ടികളും സ്വന്തം തൊട്ടി മുക്കി വെള്ളമെടുക്കാൻ തുടങ്ങിയെങ്കിലും ഏതാനും ചിലർ ശീതളജലത്തിൻ്റെ വശ്യതയ്ക്ക് വഴങ്ങിപ്പോയി. അവർ വെള്ളത്തിൽ ചാടി മുങ്ങിയ ഉടനെ വലിയ നീർപ്പാമ്പുകൾ അവരുടെ ചുറ്റും വളഞ്ഞു പുളഞ്ഞു നീങ്ങാൻ തുടങ്ങി. എന്തൊരുച്ചത്തിലുള്ള ആർത്തനാദവും വെള്ളം തെറ്റിക്കലും! കുളത്തിൽ നിന്ന് കരയ്ക്ക് കയറാൻ എന്തൊരു തിടുക്കം! ചിരിച്ചു പോകുന്ന വെപ്രാളം! ലക്ഷ്യസ്ഥാനത്ത് എത്തിയ ശേഷം ഉല്ലാസയാത്രയ്ക്ക് കരുതിയ ഉച്ചയൂണ് ഞങ്ങൾ ആസ്വദിച്ചു. ഒരു മരത്തിൻ്റെ കീഴിൽ കുട്ടികളുടെ മധ്യത്തിൽ ഞാൻ ഇരുന്നു. പ്രചോദിതമായ ഒരു മാനസികാവസ്ഥയിൽ എന്നെ കണ്ടിട്ട് കുട്ടികൾ വീണ്ടും വീണ്ടും എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. ഒരു പയ്യൻ ചോദിച്ചു, "ഒന്ന് പറയൂ സ്വാമിജി, ഞാൻ എക്കാലവും അങ്ങയുടെ കൂടെ സന്യാസത്തിൻ്റെ പാതയിൽ ഉണ്ടാകുമോ?" "ഏയ് ഇല്ല, നിന്നെ അവർ ബലമായി വീട്ടിലേക്ക് കൊണ്ടുപോകും. പിന്നീട് നീ വിവാഹം കഴിക്കും," ഞാൻ മറുപടി പറഞ്ഞു. വിശ്വസിക്കാനാവാതെ അവൻ ശക്തിയായി പ്രതിഷേധിച്ചു. "ഞാൻ മരിച്ചാലല്ലാതെ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല." പക്ഷേ ഏതാനും മാസങ്ങൾക്കകം അവൻ്റെ കണ്ണീരോടെയുള്ള എതിർപ്പ് വകവയ്ക്കാതെ അവനെ തിരിച്ചു കൊണ്ടുപോകാൻ മാതാപിതാക്കൾ എത്തി. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അവൻ വിവാഹം കഴിക്കുക തന്നെ ചെയ്തു. പല ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കാശി എന്നു പേരുള്ള ഒരു കുട്ടി എന്നെ അഭിസംബോധന ചെയ്തു. ഏതാണ്ട് 12 വയസ്സുണ്ടായിരുന്നു അവന്. മിടുക്കനായ അവൻ ഏവർക്കും പ്രിയങ്കരനായിരുന്നു. "സ്വാമിജി, എൻ്റെ ഭാഗധേയം എന്താണ്?" അവൻ ചോദിച്ചു. "നീ താമസിയാതെ മരിക്കും." തടുക്കാനാവാത്ത ഒരു ശക്തി ഈ വാക്കുകൾ എൻ്റെ വായിൽ നിന്ന് ബലമായി പുറപ്പെടുവിച്ചതായി എനിക്ക് തോന്നി. ഈ വെളിപാട് എന്നെയും മറ്റെല്ലാവരെയും നടുക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്തു. ഭീതി പരത്തിയ ഒരു അവിവേകിയെ എന്ന പോലെ ഞാൻ സ്വയം ശകാരിച്ച് വീണ്ടുമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വിസമ്മതിച്ചു. വിദ്യാലയത്തിൽ തിരിച്ചെത്തിയപ്പോൾ കാശി എൻ്റെ മുറിയിൽ വന്നു. "ഞാൻ മരിക്കുകയാണെങ്കിൽ, ഞാൻ പുനർജനിക്കുമ്പോൾ അങ്ങ് എന്നെ കണ്ടുപിടിച്ച് ആത്മീയ മാർഗത്തിലേക്ക് വീണ്ടും കൊണ്ടുവരുമോ?" തേങ്ങലുകൾക്കിടയിൽ അവൻ ചോദിച്ചു. ബുദ്ധിമുട്ടേറിയ ഈ ഗൂഢവിദ്യയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഞാൻ വിസമ്മതം പ്രകടിപ്പിച്ചു. പക്ഷേ പിന്നീട് ആഴ്ചകളോളം കാശി എന്നെ ഒഴിയാതെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. ഇനി ഒട്ടും പിടിച്ചു നിൽക്കാനാവാതെ അവൻ അവശനായി എന്ന് കണ്ടപ്പോൾ ഞാൻ ഒടുവിൽ അവനെ സാന്ത്വനപ്പെടുത്തി. "ശരി, ഞാൻ വാക്കുകൊടുത്തു. ജഗൽപിതാവ് എന്നെ സഹായിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ കണ്ടെത്താൻ ശ്രമിക്കും." വേനലവധിക്ക് ഞാനൊരു യാത്ര പോയി. കാശിയെ എന്നോടൊപ്പം കൊണ്ടുപോകാൻ കഴിയാത്തതിൽ എനിക്ക് വേദനയുണ്ടായിരുന്നു. പോകുന്നതിന് മുമ്പ് ഞാൻ അവനെ എൻ്റെ മുറിയിലേക്ക് വിളിച്ചു. എല്ലാ പ്രേരണകളെയും ചെറുത്ത് വിദ്യാലയത്തിൻ്റെ ആത്മീയ സ്പന്ദനങ്ങൾക്കുള്ളിൽ തന്നെ നിന്നുകൊള്ളണമെന്ന് ഞാൻ അവനോട് അവധാനപൂർവ്വം നിർദ്ദേശിച്ചു. അവൻ വീട്ടിൽ പോയില്ലെങ്കിൽ വരാനിരിക്കുന്ന ദുരന്തം അവൻ ഒഴിവാക്കാനാവുമെന്ന് എനിക്കെങ്ങനെയോ തോന്നി. ഞാൻ പോയ പിറകെ കാശിയുടെ അച്ഛൻ റാഞ്ചിയിലെത്തി. അയാൾ 15 ദിവസക്കാലം കാശിയുടെ നിശ്ചയത്തെ ഇളക്കാൻ ശ്രമിച്ചു. അമ്മയെ കാണാൻ 4 ദിവസത്തേക്ക് മാത്രം കൊൽക്കത്തയ്ക്ക് പോയാൽ കാശിക്ക് തിരിച്ചു പോരാമെന്ന് അയാൾ വിശദീകരിച്ചു. കാശി ഉറച്ചുനിന്നു. പോലീസിൻ്റെ സഹായത്തോടെ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകുമെന്ന് അച്ഛൻ ഒടുവിൽ പറഞ്ഞു. വിദ്യാലയത്തിന് ഏതെങ്കിലും വിധത്തിൽ ഒരു അപഖ്യാതിക്ക് കാരണമാകാൻ ഇഷ്ടപ്പെടാത്ത കാശിക്ക് ഈ ഭീഷണി മനപ്രയാസമുണ്ടാക്കി. പോകുകയല്ലാതെ മറ്റു വഴിയൊന്നും അവൻ കണ്ടില്ല. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഞാൻ റാഞ്ചിയിൽ തിരിച്ചെത്തി. കാശിയെ എങ്ങനെയാണ് കൊണ്ടുപോയതെന്ന വിവരം കേട്ട ഉടനെ തന്നെ ഞാൻ കൊൽക്കത്തയിലേക്ക് വണ്ടി കയറി. അവിടെ എത്തിയിട്ട് ഒരു കുതിരവണ്ടി പിടിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഗംഗാനദിയിലെ ഹൗറ പാലത്തിലൂടെ വണ്ടി കടന്നുപോയി കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം കണ്ട ആളുകൾ ദുഃഖാചരണത്തിൻ്റെ വേഷം ധരിച്ച കാശിയുടെ അച്ഛനും മറ്റു ബന്ധുക്കളുമായിരുന്നു. വണ്ടി നിർത്തുവാൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ ചാടിയിറങ്ങി ആ ഭാഗ്യദോഷിയായ പിതാവിനെ കോപത്തോടെ തറപ്പിച്ചു നോക്കി. "എടോ ഘാതക, നിങ്ങൾ എൻ്റെ കുട്ടിയെ കൊന്നു." ഏറെക്കുറെ അന്യായമായി ഞാൻ ഉറക്കെ പറഞ്ഞു. കാശിയെ നിർബന്ധിച്ച് കൊൽക്കത്തയിലേക്ക് കൊണ്ടുവന്നതിൽ താൻ ചെയ്ത തെറ്റ് ആ അച്ഛൻ നേരത്തെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഏതാനും ദിവസം
അവൻ രോഗാണു കലർന്ന ആഹാരം കഴിച്ച് കോളറ ബാധിച്ചാണ് മരിച്ചത്. കാശിയോടുള്ള എൻ്റെ സ്നേഹവും മരണശേഷം അവനെ കണ്ടെത്താമെന്ന വാഗ്ദാനവും രാവും പകലും എന്നെ അലട്ടി. ഞാൻ എവിടെ പോയിരുന്നാലും അവൻ്റെ മുഖം എൻ്റെ മുന്നിൽ തെളിഞ്ഞു വന്നു. എൻ്റെ നഷ്ടപ്പെട്ട അമ്മയെ ഞാൻ വളരെ കാലം മുമ്പ് തിരഞ്ഞതുപോലെ അവിസ്മരണീയമായ ഒരു അന്വേഷണം അവന് വേണ്ടി ഞാൻ തുടങ്ങി. ഈശ്വരൻ എനിക്ക് വിവേചന ശക്തി തന്നിട്ടുള്ള സ്ഥിതിക്ക് ഞാനത് ഉപയോഗിക്കണമെന്നും ആ കുട്ടിയുടെ സൂക്ഷ്മലോകവാസം എവിടെയാണെന്ന് എനിക്ക് അറിയാൻ ഉതകുന്ന സൂക്ഷ്മ നിയമങ്ങൾ അനാവരണം ചെയ്യുന്നതിന് എൻ്റെ കഴിവുകൾ അങ്ങേയറ്റം വിനിയോഗിക്കണമെന്നും എനിക്ക് തോന്നി. നിറവേറാത്ത ആഗ്രഹങ്ങളെ കൊണ്ട് സ്പന്ദിക്കുന്ന ഒരാത്മാവാണ് അവനെന്ന് ഞാൻ മനസ്സിലാക്കി. സൂക്ഷ്മലോക മേഖലകളിലെ കോടിക്കണക്കിനുള്ള പ്രകാശിക്കുന്ന ആത്മാക്കളുടെ ഇടയിൽ എവിടെയോ ഒഴുകി നടക്കുന്ന ഒരു പ്രകാശപുഞ്ചം. പ്രകാശമായി സ്പന്ദിക്കുന്ന ഇത്രയധികം മറ്റാത്മാക്കൾക്കിടയിൽ അവനുമായി ഞാൻ എങ്ങനെയാണ് ആത്മബന്ധം സ്ഥാപിക്കുക? പ്രകാശമായി സ്പന്ദിക്കുന്ന ഇത്രയധികം ആത്മാക്കളുടെ ഇടയിൽ അവനുമായി ഞാൻ എങ്ങനെയാണ് ആത്മബന്ധം സ്ഥാപിക്കുക? ഒരു രഹസ്യ യോഗവിദ്യ ഉപയോഗിച്ച് എൻ്റെ ഭൂമധ്യത്തിലെ നേത്രം എന്ന മൈക്രോഫോണിലൂടെ കാശിയുടെ ആത്മാവിനോട് എനിക്കുള്ള സ്നേഹം ഞാൻ പ്രേഷണം ചെയ്തു. കാശി താമസിയാതെ ഭൂമിയിൽ തിരിച്ചെത്തുമെന്നും എൻ്റെ വിളി ഞാൻ നിരന്തരം പ്രേഷണം ചെയ്താൽ അവൻ്റെ ആത്മാവ് പ്രതികരിക്കുമെന്നും ഉൾക്കാഴ്ച കൊണ്ട് എനിക്ക് ബോധ്യമായി. കാശി അയക്കുന്ന അത്യുൽപമായ പ്രതികരണം പോലും എൻ്റെ വിരലുകൾ, കൈത്തലങ്ങൾ, സുഷുമ്ന എന്നിവയിലെ നരമ്പുകളിൽ അനുഭവപ്പെടുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അവൻ ഒരു ഭ്രൂണമായി പുനർജനിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിച്ച ആ സ്ഥലത്തിൻ്റെ ദിശ തിട്ടപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചുകൊണ്ട് എൻ്റെ ഉയർത്തിപ്പിടിച്ച കൈകൾ ആൻറ്റിനയായി ഉപയോഗിച്ച് ഞാൻ പലപ്പോഴും വട്ടം കറങ്ങി കറങ്ങി തിരിയും. ഏകാഗ്രത കൊണ്ട് ക്രമീകരിച്ച എൻ്റെ ഹൃദയ റേഡിയോയിൽ അവനിൽ നിന്ന് പ്രതികരണം ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. കാശിയുടെ മരണത്തിന് ശേഷം ഏതാണ്ട് 6 മാസം തുടർച്ചയായി ഒട്ടും തളരാത്ത ഉത്സാഹത്തോടെ ഈ യോഗമാർഗം ഞാൻ അവലംബിച്ചു. ഒരു പ്രഭാതത്തിൽ കൊൽക്കത്തയിലെ തിരക്കേറിയ ബൗബസാറിലൂടെ ഏതാനും സുഹൃത്തുക്കളുമായി നടക്കുമ്പോൾ ഞാൻ എൻ്റെ കൈവിരലുകൾ പതിവ് രീതിയിൽ ഉയർത്തി. അപ്പോൾ ഇതാദ്യമായി ഒരു പ്രതികരണം ലഭിച്ചു. എൻ്റെ വിരലുകളിലും കൈവെള്ളയിലും കൂടി വൈദ്യുത സ്പന്ദനങ്ങൾ അല്പാൽപമായി ഒഴുകിയെത്തിയപ്പോൾ ഞാൻ കോരിത്തരിച്ചു. എൻ്റെ ബോധത്തിൻ്റെ ഒരു അഗാധ തലത്തിൽ ആ വൈദ്യുതി പ്രവാഹങ്ങൾ ഒരു ചിന്തയായി സ്വയം പരിഭാഷപ്പെട്ടു. ഞാൻ കാശിയാണ്, ഞാൻ കാശിയാണ്, എൻ്റെ അടുത്തേക്ക് വരൂ. എൻ്റെ ഹൃദയ റേഡിയോയിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ ആ ചിന്ത ഏറെക്കുറെ കേൾക്കാവുന്നതുപോലെ ആയിത്തീർന്നു. കാശിയുടെ സ്വാഭാവികവും ഒരുമാതിരി പരുക്കനുമായ അടക്കിയ സ്വരത്തിൽ അവൻ്റെ വിളി വീണ്ടും വീണ്ടും ഞാൻ കേട്ടു. എൻ്റെ കൂട്ടുകാരിൽ ഒരാളായ പ്രകാശദാസിൻ്റെ കൈപിടിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ നോക്കി ആഹ്ലാദത്തോടെ പുഞ്ചിരിച്ചു. കാശിയെ ഞാൻ കണ്ടെത്തിയെന്ന് തോന്നുന്നു. എൻ്റെ സ്നേഹിതർക്കും നിരവധി വഴിപ്പോക്കർക്കും അവർ ഒട്ടും മറച്ചുവെക്കാത്ത നേരം പോക്കിന് ഇടയാക്കിക്കൊണ്ട് ഞാൻ നിന്ന് വട്ടം കറങ്ങാൻ തുടങ്ങി. സെർപ്പൻറ്റൈൻ ലൈൻ എന്ന് അന്വർത്ഥമായി വിളിക്കുന്ന അടുത്തുള്ള ഒരു ഇടവഴിയെ അഭിമുഖീകരിക്കുമ്പോൾ മാത്രമേ എൻ്റെ വിരലുകളിൽ കൂടി വൈദ്യുത സ്പന്ദനങ്ങൾ തരിച്ചിറങ്ങിയുള്ളൂ. മറ്റ് ദിശകളിലേക്ക് തിരിയുമ്പോൾ ആ സൂക്ഷ്മപ്രവാഹങ്ങൾ നിലച്ചു. ഈ വഴിക്ക് വീടുള്ള ഏതോ ഒരു അമ്മയുടെ ഗർഭത്തിലായിരിക്കും കാശിയുടെ ആത്മാവ്. സുഹൃത്തുക്കളും ഞാനും സർപ്പൻറ്റൈൻ ലൈൻ ഇടവഴിയിലൂടെ നടന്നു. എൻ്റെ ഉയർത്തിപ്പിടിച്ച കൈകളിലെ സ്പന്ദനങ്ങൾ കൂടുതൽ ശക്തവും വ്യക്തവുമായി ഒരു കാന്തത്താൽ എന്ന പോലെ വഴിയുടെ വലതുഭാഗത്തേക്ക് ഞാൻ ആകർഷിക്കപ്പെട്ടു. ഒരു വീടിൻ്റെ വാതിൽക്കൽ എത്തിയപ്പോൾ നിലത്തുറപ്പിച്ചതുപോലെ നിന്നുപോയതിൽ ഞാൻ അത്ഭുതപ്പെട്ടു. അത്യന്തം ആവേശത്തോടെ ശ്വാസം പോലും അടക്കിപ്പിടിച്ചുകൊണ്ട് ഞാൻ വാതിലിൽ മുട്ടി. എൻ്റെ ദീർഘവും അസാധാരണവുമായ അന്വേഷണം വിജയകരമായി പര്യവസാനിച്ചുവെന്ന് എനിക്ക് തോന്നി. ഒരു ജോലിക്കാരി കതക് തുറന്ന് യജമാനൻ അകത്തുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം 2ാം നിലയിൽ നിന്ന് ഇറങ്ങി വന്ന് എന്നെ നോക്കി ചോദ്യരൂപത്തിൽ പുഞ്ചിരിച്ചു. എത്രയും ഉചിതവും അതേസമയം അനുചിതവുമായ ആ ചോദ്യം എങ്ങനെ അവതരിപ്പിക്കണമെന്ന് എനിക്ക് തീർത്തും അറിഞ്ഞുകൂടായിരുന്നു. അങ്ങും ഭാര്യയും കഴിഞ്ഞ 6 മാസമായി ഒരു കുഞ്ഞിൻ്റെ ജനനം പ്രതീക്ഷിക്കുകയാണോ? ദയവായി പറയൂ.
അതെ, അത് ശരിയാണ്. കാവി ധരിച്ച ഒരു സന്യാസിയാണ് ഞാൻ എന്ന് കണ്ട് അദ്ദേഹം മര്യാദയോടെ തുടർന്നു. എൻ്റെ കാര്യങ്ങൾ അങ്ങേക്ക് എങ്ങനെ അറിയാമെന്ന് ഒന്ന് പറയുമോ? കാശിയെയും അവന് ഞാൻ കൊടുത്തിരുന്ന വാഗ്ദാനത്തെയും പറ്റി കേട്ടപ്പോൾ അത്ഭുതസ്പർദ്ധനായ ആ മനുഷ്യൻ എൻ്റെ കഥ വിശ്വസിച്ചു. നല്ല നിറമുള്ള ഒരാൺകുട്ടി നിങ്ങൾക്ക് ജനിക്കും. അവന് വലിയ മുഖവും നെറ്റിക്കു മുകളിലെ മുടിയിൽ ചുഴിയും ഉണ്ടായിരിക്കും. അവൻ്റെ പ്രകൃതം ശ്രേഷ്ഠമായ രീതിയിൽ ആത്മീയമായിരിക്കും. വരാൻ പോകുന്ന കുട്ടിക്ക് കാശിയുടെ ഈ സാദൃശ്യങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് തീർച്ചയായിരുന്നു. ഞാൻ പിന്നീട് ആ കുഞ്ഞിനെ സന്ദർശിച്ചു. കാശി എന്ന പഴയ പേര് തന്നെ മാതാപിതാക്കൾ അവന് നൽകി. എൻ്റെ പ്രിയപ്പെട്ട റാഞ്ചി വിദ്യാർത്ഥിയോട് കുഞ്ഞിലെ തന്നെ അവന് സാദൃശ്യമുണ്ടായിരുന്നു. കണ്ട മാത്രയിൽ തന്നെ ആ ശിശു എന്നോട് സ്നേഹം കാട്ടി. കഴിഞ്ഞ കാലത്തെ ആകർഷണം ദ്വിഗുണീകരിച്ച തീവ്രതയോടെ തുടർന്നു. വർഷങ്ങൾ കഴിഞ്ഞ് കൗമാരത്തിലെത്തിയ അവൻ അമേരിക്കയിലെ എൻ്റെ താമസക്കാലത്ത് എനിക്കെഴുതി. സന്യാസം സ്വീകരിക്കാനുള്ള അവൻ്റെ അതിയായ ആഗ്രഹം അവൻ വിശദീകരിച്ചു. ഞാൻ അവനെ ഹിമാലയത്തിലെ ഒരു ഗുരുവിൻ്റെ അടുത്തേക്ക് അയച്ചു. പുനർജനിച്ച കാശിയെ അദ്ദേഹം ശിഷ്യനായി സ്വീകരിച്ചു. നന്ദി, സ്നേഹം.